എല്ലാവർക്കും നമസ്കാരം. പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. സിനിമ ഇന്നലെ കണ്ടു. ഇന്നലെ കണ്ടത് തൃപ്രയാർ JK സിനിമാസിൽ വെച്ചായിരുന്നു കണ്ടിരുന്നത്. പാട്രിയറ്റ് ചിത്രത്തിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണനാണ്. അദ്ദേഹം തന്നെയാണ് ചിത്രം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡോ ജോസഫും അനിൽകുമാറും എല്ലാം ചേർന്നിട്ടാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ താരങ്ങളായിട്ട് വരുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, അങ്ങനെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. ചിത്രത്തിനെ പറ്റിയിട്ട് ആദ്യത്തെ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി ഞാനൊരു അമിത പ്രതീക്ഷ ഇല്ലാതെയാണ് എല്ലാ ചിത്രങ്ങൾക്കും പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ നമ്മളെ തൃപ്തിപ്പെടുത്താറുണ്ട്. പക്ഷെ പാട്രിയറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു തരത്തിലും എന്നെ ഒരു തൃപ്തിപ്പെടുത്താത്തൊരു സിനിമയായി മാറി എന്നാണ് പറയാനുള്ളത്. ഒരു പുതിയ കാലത്തിൻ്റെ കഥ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ട് പഴഞ്ചൻ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും? ഏതാണ്ട് ആ ഒരു അനുഭവമാണ് പാട്രിയറ്റിനെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത്. ഒരു വലിയൊരു കാസ്റ്റിനെ കിട്ടിയിട്ട് അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഒന്നും ഇവർക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ച് മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ ആയിരിക്കും ആരാധകരെത്തുന്നത്. അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വൗ ഫാക്ടറും ഇല്ലാത്ത ഒരു ചിത്രമായി പാട്രിയറ്റ് മാറുന്നുണ്ട്. ചിത്രം പറയാൻ ശ്രമിക്കുന്നത് ഈ ഡാറ്റയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൊബൈൽ ഫോണുകളും അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കും ഉപയോഗിച്ചിട്ടുള്ള ഓരോ സോഫ്റ്റ്വെയറുകൾ എങ്ങനെ നമ്മുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്നു, അതുപോലെ ലോൺ ആപ്പ് വിഷയങ്ങൾ, ഇതൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്. സ്വകാര്യതയെ ഈ 21-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം, ഭരണകൂടത്തിൻ്റെ നുഴഞ്ഞുകയറ്റം, സോഫ്റ്റ്വെയർ കമ്പനികളുടെ നുഴഞ്ഞുകയറ്റം, കോർപ്പറേറ്റ് നുഴഞ്ഞുകയറ്റം, അതൊക്കെയും എങ്ങനെ ഒരു സാധാരണ ജനതയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതെല്ലാമാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഇത്തരം പ്രമേയങ്ങൾ മുൻപ് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷം മുമ്പ് വന്നിട്ടുള്ള രജനീകാന്തിൻ്റെ വേട്ടയ്യനിലൊക്കെയും ഏതാണ്ട് സമാനമായൊരു പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമായിട്ടും സംഭവം ഇപ്പോൾ ഒരേ പ്രമേയം തന്നെ പല ചിത്രങ്ങളിലേക്കും വരാം, അതൊന്നല്ല പ്രശ്നം വരുന്നത്. ഇത് പറഞ്ഞു വെച്ചിരിക്കുന്ന രീതി, അവതരിപ്പിച്ചിരിക്കുന്ന രീതി മൊത്തത്തിൽ നിരാശപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അണിയറ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയധികം കോടിക്കണക്കിന് രൂപ കൊടുത്ത് ചിലവഴിച്ചിട്ട് ഓരോ പടങ്ങളൊക്കെ പിടിക്കുമ്പോൾ നിങ്ങൾ ചെറിയ പിള്ളേർ പിടിക്കുന്ന പുതിയ പടങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കും. ഈ അടുത്ത് വന്ന സിനിമ ഈ ഒരു കാറ്റഗറിയിലുള്ള സിനിമകളല്ല എങ്കിൽ കൂടി ഇപ്പോൾ മോഹിനിയാട്ടം വളരെ മനോഹരമായൊരു സിനിമയായിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടില്ല, അതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. മോഹിനിയാട്ടം വളരെ നല്ല സിനിമയായിരുന്നു. അല്ലെങ്കിൽ വാഴ 2 വളരെ നല്ല സിനിമയായിരുന്നു. അങ്ങനെ ചെറിയ ബഡ്ജറ്റിൽ അധികം താരങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ അടിപൊളിയായിട്ട് കഥ എങ്ങനെയാണ് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ അവരിൽ നിന്ന് നോക്കി കണ്ട് പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.